ഹായ് ഫ്രണ്ട്സ്, ശ്രുതീസ് ടിപ്സ് ആൻഡ് ഡോഗ്സ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നല്ല യങ്ങായിട്ട് നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. ഈ ഒരു പായ്ക്ക് നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരും, അതുപോലെ തന്നെ സൺടാനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. വേറെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പേ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡൽ പൗഡറാണ്. ഇതൊരു 15 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. ഇതിന് 40 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങാടിക്കടകളിലും അതുപോലെ ആയുർവേദ കടകളിലും ഒക്കെ ലഭ്യമാണ്. പിന്നെ വേണ്ടുന്നത് ഒരു ടൊമാറ്റോയാണ്. ഒരു ടൊമാറ്റോയുടെ ജ്യൂസാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ടൊമാറ്റോയുടെ ജ്യൂസ് പിഴിഞ്ഞിട്ട് കിട്ടുന്നില്ല എങ്കിൽ ടൊമാറ്റോ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് യൂസ് ചെയ്താലും മതിയാകും. ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സാൻഡൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ സാൻഡൽ പൗഡർ നമുക്ക് ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ സ്കിൻ നല്ല യങ്ങായിട്ട് നിലനിർത്തുന്നതിനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മോക്കുരു വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകളൊക്കെ മായ്ക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കഴുത്തിലൊക്കെ ചിലർക്ക് കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട്. ആ ഒരു നിറമൊക്കെ മാറുന്നതിനും നമുക്കിത് ഈ ഒരു പായ്ക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതൊരു മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോയുടെ ജ്യൂസാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ നമുക്കറിയാം നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ മായ്ച്ച സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മളൊരു ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്താൽ മതിയാകും. പിന്നെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഏതൊരു പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഫേസ് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പലപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോണ കാര്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ ഒരു ടൊമാറ്റോയുടെ ജ്യൂസും അതുപോലെ തന്നെ ഈ സാൻഡൽവുഡ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നെക്കിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. വേറൊന്നുമല്ല, ഈ സാൻഡൽവുഡ് പൗഡറിന് ഒരു പ്രത്യേകത ഉണ്ട്. ചെറിയൊരു ഇച്ചിനെസ് പോലെ തോന്നും. ചെറിയൊരു ഇച്ചിനെസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നമുക്ക് ഫേസിലേക്ക് ഇത് ഇറിറ്റേഷൻ തോന്നുന്നു എങ്കിൽ അപ്ലൈ ചെയ്യണ്ട കേട്ടോ. അതെല്ലാവർക്കും ഇല്ല, ചിലർക്ക് മാത്രം. ഇപ്പോൾ ഞാനിത് ടൊമാറ്റോ ജ്യൂസിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ടൊമാറ്റോ ജ്യൂസ് യൂസ് ചെയ്തെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. കൂടെ ഈ ഒരു പൗഡർ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഹണി മിക്സ് ചെയ്തും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഹണി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫേസിലേക്ക് നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് എന്തെങ്കിലും ഫേസ് വാഷോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അപ്പോൾ ഫേസ് വാഷോ ഒന്നും അന്നത്തെ ദിവസം ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. പിന്നെ ഇത് ആഴ്ചയിൽ 3 ദിവസം അപ്ലൈ ചെയ്താൽ മതിയാകും. ഇത് സാൻഡൽ പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൾഡ് അതുപോലെ തന്നെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമോ മൈഗ്രെയിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് നേരം ഫേസിൽ വെച്ചിരിക്കേണ്ട. കാരണം ഈ നല്ല തണുപ്പുള്ള കാരണം നമുക്ക് തലവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളൊരു ആഴ്ചയിലൊക്കെ 3 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്കിൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം വെള്ളമൊക്കെ ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നേരം നമുക്ക് മസാജ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മസാജിങ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. അതുപോലെ ഫേസിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അതുവഴി നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് പായ്ക്ക് അപ്ലൈ ചെയ്താലും നമ്മളത് കണ്ടിന്യൂ ചെയ്തില്ല എങ്കിൽ നമ്മൾ കറുത്തു പോകുമെന്നുള്ള കാര്യം. നമ്മൾ കറുത്തു പോകത്തില്ല, നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്കിൻ ടോണിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വരുന്നതിനായിട്ട് കാരണമാകും.
പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു ക്രീം വാങ്ങി യൂസ് ചെയ്ത് നമ്മളത് വെളുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സൈഡ് എഫക്റ്റും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന കളറിനേക്കാളും ഒന്നുകൂടെ താഴെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പായ്ക്കുകൾ ഉപയോഗിക്കുമ്പം ആ ഒരു പ്രശ്നം നമുക്ക് എന്തായാലും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇതാ മസാജിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു, സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിത് ഈവനിങ് ടൈമിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ് നല്ലത്. കാരണം നമ്മുടെ ഫേസിലേക്ക് ഒരുപാട് സൺടാനൊന്നും അടിക്കാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നൈറ്റിലൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗുണം കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സൺടാനൊന്നും അടിക്കാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ കാണുമ്പോൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു